ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഹെയർ ബ്രൂച്ചാണ്. ഇതൊരു ബ്രൈഡൽ ഹെയർ ബ്രൂച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിന് വളരെ റേറ്റ് കുറവാണ്. എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽസിൻ്റെയും ഈ ഒരു ബ്രൂച്ചിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് കുറഞ്ഞ റേറ്റിന് മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെയുള്ള അടിപൊളി ബ്രൂച്ചസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലയിൽ ഇത് സെയിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സെയിലാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു 3 ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൽ ഓരോ ബീഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഭംഗി വരുന്നത് ഈ ഒരു മഴത്തുള്ളി പോലെയുള്ള ഈ ഒരു ബീഡ്സ് ആണ്. ഗോൾഡൻ കളറാണ്, നല്ല ക്വാളിറ്റി ബീഡാണ് കേട്ടോ. ഇത് നമ്മളുടെ ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന ബീഡ് ഈ ഒരു ബീഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ബഞ്ചായിട്ടാണ് കേട്ടോ. ഈ ഒരു മാലയ്ക്ക് 12 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അതല്ല നമ്മളിത് ഒരുമിച്ച് ഇതുപോലെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ്. ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 12-14 ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഫുള്ള് ഞാൻ എടുത്തു. ഇപ്പോൾ ഇതിൽ 7 മാലകളേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള മാലകൾ ഫുള്ള് ഞാൻ ബാക്കിയുള്ള ബ്രൂച്ചസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങുന്നതാണ് ലാഭം. 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ബഞ്ചിന്. അടുത്ത വേണ്ടത് ഈ ഒരു ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു റെഡ് കളർ കാണാനായിട്ട്. ഒരു ഭംഗിയുള്ള ഒരു കളറാണ്. ഇതാണ് നമ്മളുടെ അടുത്ത ബീഡ്സ്. പിന്നെ വേണ്ടത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ്. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഒരു പാക്കറ്റായിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഇനിയും അതിൽ ബാലൻസ് ഉണ്ട്. അതിൽ കുറച്ചാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു ഗിയർ വയേഴ്സ് ആണ് കേട്ടോ. 3mm പിന്നെ 5mm ആണ്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഒരു 3mm അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു 3mmലാണ് കേട്ടോ ഈ ഒരു ബ്രൂച്ചിന് വേണ്ടിയിട്ടുള്ള പാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ആകെ 2 ടൈപ്പ് പാർട്ടാണ് നമ്മളിതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു മഴത്തുള്ളി പോലെയുള്ള ഈ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഷുഗർ ബീഡ് എന്നാണ് പറയുന്നത്. അത് ഒരു 5 എണ്ണം നമ്മൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു ഗോൾഡൻ ബീഡ് കോർത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ എടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് 5 ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു സൈഡിൽ 2 എണ്ണം, ഓപ്പോസിറ്റ് സൈഡിൽ 2 എണ്ണം വരുന്ന രീതിയിലുള്ള പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പാർട്ടുകളെല്ലാം 3mmൻ്റെ ഗിയർ വയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ത്രെഡ് മിക്സ് ആയിട്ടുള്ള ഗിയർ വയറല്ല, ശരിക്കും കമ്പിയാണ് കേട്ടോ. ഇതിൽ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു സൈസിന് പകരം 4mmോ 5mm എടുക്കരുത്. കാരണം ഇതുപോലെ പിരിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ ഗിയർ വയറുകളൊക്കെ എടുക്കാൻ നോക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ വയറിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന്. കുറച്ച് പേര് പറയാറുണ്ട് കമ്പി വയർ, അതുപോലെ കോപ്പർ വയർ എന്നൊക്കെ പറയാറുണ്ട്. ചില ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ ചോദിക്കുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നാൽ അവർക്ക് കുറച്ചൊക്കെ അറിയും. പിന്നെ എടുക്കുമ്പോൾ ത്രെഡ് മിക്സ് ആയിട്ടുണ്ടോ, വേറെ മിക്സിങ് വരുന്ന ത്രെഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് സെലക്ട് ആക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു 2 കമ്പിയും കൂടെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും പാർട്ടാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അടിപൊളിയാണ്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഈ ഒരു 2 ബീഡ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3mmൻ്റെ ഗിയർ വയർ എടുക്കുക, ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡ് വീണ്ടും കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇളകി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല സ്റ്റഡി ആയിട്ട് വേണം നമ്മൾ ഈ ഒരു പാർട്ട് കിട്ടാനായിട്ട്.
ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും നമ്മൾ ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഷുഗർ ബീഡ് വീണ്ടും കോർത്തിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മൾ ആ ഒരു കമ്പി കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ബ്രൂച്ചസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കമ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കോർത്ത് കൊടുക്കുന്ന ഗിയർ വയർ തന്നെയാണ്. നമ്മൾ എത്രത്തോളം നല്ല ഭംഗിയിൽ അത് പിരിക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കാണാനായിട്ട്. ഈ ഒരു 3mm പകരം 4mm എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി നമുക്ക് ആ ഒരു ബ്രൂച്ചിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 2 പാർട്ട് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു 5mm ഗിയർ വയറാണ്. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിന് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളതിൻ്റെ അറ്റം പിടിച്ചിട്ട് വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കമ്പിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡൻ പാർട്ടാണ് വെക്കുന്നത്. അത് ആ ഒരു കമ്പിയുടെ നേരെ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ പിരിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക. ഫ്ലവർ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലായിട്ട് വെക്കരുത് കേട്ടോ. ഒന്നിനെ ഹൈഡ് ചെയ്തിട്ട് മറ്റൊന്ന് വെക്കരുത്. എല്ലാം സെപ്പറേറ്റ് തന്നെ ആയി നിൽക്കുന്നതന്നെയാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടും താഴെയായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് സെയിലാക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സെയിലാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഇതിൻ്റെ ഒരു പേജ് തുടങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോസും ലിങ്കും ഒക്കെ അയച്ചു കൊടുത്തു. പിന്നെ നമ്മളുടെ നെയ്ബേഴ്സിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തു. ഉണ്ടാക്കിയ പ്രൊഡക്ട്സൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫാൻസി സ്റ്റോറിൽ കൊടുത്തിട്ട് അവർ വഴിയിട്ട് സെയിലാക്കി തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരും സെയിലാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ കൊച്ചു പിള്ളേരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഗിഫ്റ്റായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ലേഡീസ് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്ന ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലാവട്ടെ അല്ലെങ്കിൽ ലേഡീസ് വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുത്ത് സെയിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുത്ത് വിടുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ട് അവർ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് നമ്മളിത് സെയിലാക്കാം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുക്കുന്നത് പോലെയല്ല, നേരിട്ട് കണ്ടാൽ എങ്ങനെയായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ അത്രയും ക്വാളിറ്റിയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അങ്ങനെ വാങ്ങുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബ്രൂച്ചിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ബ്രൂച്ചായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു പാർട്സ് കാണാനായിട്ട് എന്തൊരു ഭംഗിയാണല്ലേ. ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു 2 പാർട്ടും കൂടെ ഇങ്ങനെ ക്രോസിന് വെക്കുക. എന്നിട്ട് ആ ഒരു 2 കമ്പിയും കൂടെ നന്നായിട്ട് അങ്ങ് പിരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മളത് വളച്ചെടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ബ്രൂച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി മുകളിലോട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു 2 പാർട്ടും നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട്. നടുക്ക് ആ ഒരു കെട്ട് കാണാതിരിക്കാൻ ഈ ഒരു 2 ഫ്ലവറും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ നല്ല ഭംഗിയിൽ ആ ഒരു കമ്പീൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. പോരാത്ത രീതിയിൽ അങ്ങ് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. എനിക്കൊരു റോയൽ ലുക്കൊക്കെ തോന്നും. അത്രയും ഭംഗിയാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കാണാനായിട്ട്. നല്ല ബ്രൈഡൽ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും ആ ഒരു ബീഡ്സിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബ്രൂച്ചിൻ്റെ ഭംഗി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വെറും 2 ടൈപ്പ് ബീഡ്സ് മാത്രം മതി കേട്ടോ ഇതുപോലെയുള്ള റോയൽ ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ബീഡ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലവർ ബീഡ്സ് ഇല്ലാതെ നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പറ്റും.
പിന്നെ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെയാണ് വാങ്ങാൻ കിട്ടുക. പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങാൻ കിട്ടും. ഫ്ലവർ ബീഡ്സ് പൊതുവേ കുറവാണ്. പിന്നെ ഷോപ്പിൽ കയറി ചെന്നാലും ഈ ഒരു ഫ്ലവർ ബീഡ്സിന് നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൂച്ച് പല സ്റ്റൈലിലായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റൈലിലേ വെക്കാറുള്ളൂ. അപ്പം പല സ്റ്റൈലിൽ എങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ ആ ഒരു സ്റ്റൈലിലൊക്കെ വെക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.